കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോഗ്രാഫി സെക്ഷനിൽ നിന്നും രണ്ടാമത്തെ ആ ഒരു ന്യൂറൽ ഫിൽറ്ററായിട്ടുള്ള ഡെപ്ത് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ന്യൂറൽ ഫിൽറ്ററാണ് പഠിച്ചത്. ഇനി റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറൽ ഫിൽറ്റേഴ്സിലെ ലാസ്റ്റത്തെ സെക്ഷനായിട്ടുള്ള ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ രണ്ട് ന്യൂറൽ ഫിൽറ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് JPG ആർട്ടിഫാക്ട്സ് റിമൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂറൽ ഫിൽറ്ററും, അതുപോലെ തന്നെ രണ്ടാമത്തത് ഫോട്ടോ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറൽ ഫിൽറ്റർ. നമുക്കറിയാം, നമ്മൾ ക്യാമറയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോയിൽ എടുക്കാറുണ്ട്. അപ്പോൾ ഈ റോ ഫോട്ടോസിനെ പ്രോസസ്സിങ്ങിനായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഹ്യൂജ് ഫയൽ സൈസൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരുന്നതിനും ഒക്കെ ആയിട്ട് നമ്മൾ JPEG ഫോർമാറ്റിലേക്ക് അതിനെ കൺവെർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കംപ്രഷൻ നടക്കുന്നുണ്ട്. അതായത് ആ ഫയലിൻ്റെ സൈസ് വളരെ കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കംപ്രഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കംപ്രഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പിക്ചറിലുള്ള ആ സബ്ജക്റ്റിന് ചുറ്റുമായിട്ട് ഒരു പിക്സലൈറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാകുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പിക്സലൈറ്റ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ പറയുന്നത് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ തവണ നമ്മൾ റോ ഫോർമാറ്റിൽ നിന്നും JPG ആക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ആ ഒരു കൺവേർഷനാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ JPG ആർട്ടിഫാക്ട്സ് അവിടെ കാണാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം പലതരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓൾറെഡി JPEG ആക്കിയ ഇമേജിനെ വീണ്ടും കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസൊക്കെ കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ വീണ്ടും കംപ്രസ് ചെയ്യാറുണ്ട്. അങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ആ ഇമേജുകളിൽ JPEG ആർട്ടിഫാക്ട്സ് രൂപപ്പെടുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇമേജ് കംപ്രസ് ചെയ്തപ്പോൾ നമ്മുടെ സബ്ജക്റ്റ്, ഈ ഒരു പടത്തിലെ സബ്ജക്റ്റ് നോക്കുക, ആ ഒരു റോസ് ഫ്ലവറാണ്. ആ ഫ്ലവറിന് ചുറ്റും ചെറിയൊരു പിക്സലേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ JPEG ഇമേജിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു ആർട്ടിഫാക്ട്സ് നമുക്ക് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ന്യൂറൽ ഫിൽറ്ററാണ് JPEG ആർട്ടിഫാക്ട്സ് റിമൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് സൂം മൈനസ് ചെയ്യുവാണ്, ആ സബ്ജക്റ്റ് ഫുള്ള് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഈ JPEG ആർട്ടിഫാക്ട്സ് റിമൂവൽ ഒന്ന് ഓണാക്കി കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ എഡ്ജിലൊന്ന് ശ്രദ്ധിക്കുക. എഡ്ജിൽ വന്നിരിക്കുന്ന ആ ഒരു JPEG ആർട്ടിഫാക്ട്സ് അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് ഓണാക്കി കൊടുക്കാനായിട്ട് പോവുകയാണ്. നോക്കുക, ആ ഒരു ആർട്ടിഫാക്ട്സ് എല്ലാം ഇവിടുന്ന് റിമൂവ് ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ബിഫോർ എന്ന് പറയുന്നത്, ഇതാണ് ആഫ്റ്റർ എന്ന് പറയുന്നത്. അതായത് JPEG ആർട്ടിഫാക്ട്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു അവസ്ഥയാണ്. നമുക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ ലോ ക്വാളിറ്റി ഇമേജസ് ഒക്കെ നമ്മൾ വലുതാക്കുന്ന സമയത്ത് നമുക്കതിന് ചുറ്റുമായിട്ട്, സബ്ജക്റ്റിന് ചുറ്റുമായിട്ട് ഇതേപോലത്തെ ആ ഒരു പിക്സലൈറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വരുന്ന ഒരു ആർട്ടിഫാക്ട്സ് ആണ് നമ്മൾ പറയുന്നത് ആ JPEG ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പം നമ്മളിത് ബിഫോർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ പിക്സലേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു എഡ്ജിൽ മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു വൈഡായിട്ടുള്ള ഒരു റേഞ്ചിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു കളം പോലെ പിക്സലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പിക്സലുകൾ നമുക്കിവിടെ ആ ഒരു ചതുരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെല്ലാം നമ്മൾ JPEG ആർട്ടിഫാക്ട്സ് എന്നാണ് പറയുക. അപ്പോൾ അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു JPEG ആർട്ടിഫാക്ട്സ് റിമൂവൽ നമ്മൾ ഓണാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആഫ്റ്റർ ഒന്ന് നോക്കുക, ആ ഒരു കളങ്കളമായിട്ടുള്ള ആ സ്ട്രക്ചറുകൾ അവിടെ നിന്ന് പോയി. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്ന എഡ്ജിലൊക്കെ ഉണ്ടായിരുന്ന ആ JPEG ആർട്ടിഫാക്ട്സ് ഒക്കെ ഇവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പിക്ചർ കൂടെ കാണിച്ചു തരാം. ഈ ഒരു പിക്ചർ നോക്കുക. ഈ ഒരു പിക്ചറും അതുപോലെ തന്നെ ലോ ക്വാളിറ്റി ഒരു ഇമേജാണ്. അത് വലുതാക്കിയ സമയത്ത്, ആ ഒരു JPEG ആക്കി കൺവെർട്ട് ചെയ്ത സമയത്ത് ആ കംപ്രഷനിലൂടെ സംഭവിച്ചിട്ടുള്ള ആ ഒരു ആർട്ടിഫാക്ട്സ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. നോക്കുക, ഈ ഒരു ഹെയറിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ എലമെൻറ്റുകൾ, ഇപ്പോൾ ഈ എഡ്ജ് എലമെൻറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അവിടെയൊക്കെ ആ ഒരു JPEG ആർട്ടിഫാക്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്ന അവസരത്തിൽ നമുക്ക് ആ JPEG ആർട്ടിഫാക്ട്സ് അവിടുന്ന് പോകുന്നതായിട്ട്, അതായത് റിമൂവ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ JPEG ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ന്യൂറൽ ഫിൽറ്ററാണ് JPEG ആർട്ടിഫാക്ട്സ് റിമൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറൽ ഫിൽറ്റർ. ബിഫോർ ആഫ്റ്റർ നമുക്കൊന്ന് നോക്കാം. ബിഫോർ ഇവിടെ എല്ലാ JPEG ആർട്ടിഫാക്ട്സ് കാണാനായിട്ട് സാധിക്കും. നോക്കുക, ആഫ്റ്റർ പ്രസ് ചെയ്യുമ്പോൾ അത് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇവിടെ നമുക്കതിൻ്റെ ഓപ്ഷനുകൾ കിട്ടും. ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിട്ടും. ഇത് വളരെ ലോ ക്വാളിറ്റി ഇമേജ് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. ഒരുപാട് JPG ആർട്ടിഫാക്ട്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയം ഉപയോഗിക്കാം. ഇനി അതിലും കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ഉപയോഗിക്കാം. ആ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയതിന് ശേഷം അതിന് എത്രമാത്രം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇട്ട് കൊടുക്കണം എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളിവിടെ ആ ഒരു ഓപ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്കിവിടെ കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇതൊരു പുതിയ ലെയറിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങളിത് സേവ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോഗ്രാഫിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഫോട്ടോ റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ആ ഒരു ന്യൂറൽ ഫിൽറ്റർ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക, പഴയ ഫോട്ടോകളൊക്കെ പുതിയതാക്കി നമുക്ക് മാറ്റുന്നതിനായിട്ട് അതിൻ്റെ ഡാമേജ് ഒക്കെ മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്.